അല്ല, ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് കേറാൻ പോകുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കുക. ഞങ്ങൾ ഈ വിശ്വസിക്കാൻ പോകുന്ന ഖുറാനും അതുപോലെ തന്നെ ഇതിന്റെ പ്രവാചകനും സൂറ 3ന്റെ 161 വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്റെ മേൽ അവിടെ ഉള്ളവർ സഹാബിമാര് തന്നെ, കാരണം കൊള്ള മുതലാണിത്, വാർ ബൂട്ടി. അല്ലാതെ അവിടെയുള്ള മക്ക മുശ്രിക്കുകളൊന്നും അല്ല ഈ ആരോപണം വെക്കുന്നത്. ഈ വാർ ബൂട്ടി അത് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സഹാബിമാരാണ് ഈ ആരോപണം മുഹമ്മദിന്റെ മേൽ ഉന്നയിക്കുന്നത്, വേറെ ആരുമല്ല. അപ്പം സഹാബിമാര് തന്നെ ആ കാലങ്ങളിൽ മുഹമ്മദ് അണ്ടർവെയർ കഴക്കുന്നവനായിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രവാചകനിൽ വിശ്വസിക്കുന്നത്? പുതിയതായിട്ട് നിങ്ങൾ ഇസ്ലാം മതത്തിലോട്ട് പുൽകാൻ വേണ്ടിയിട്ട് ചാടാൻ പോവല്ലേ? അപ്പൊ നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഈ ഇസ്ലാം മതം അറിയുന്നതിന് മുൻപേ നിങ്ങൾക്ക് ലോജിക്കലായി മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉള്ള കഴിവ് തന്നിട്ടുണ്ടല്ലോ. ആ കഴിവ് വെച്ചിട്ട് ഈ തെളിവുകൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ തെളിവുകൾ നോക്കി വായിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, ജാമിയ തിർമദിക്കകത്ത് ഈ അണ്ടർവെയറിനെ കബറടക്കുന്ന കാര്യം പറയുന്നുണ്ട്. സുനൻ അബി ദാവൂദ്, അതിന്റെ നിങ്ങൾ ഗൂഗിളിനകത്ത് ചുമ്മാ അതിട്ട് നോക്കിയാൽ മതി, സുനൻ അബി ദാവൂദിനകത്തും ഈ അണ്ടർവെയറിന്റെ കഥ പറയുന്നുണ്ട്. റെഫറൻസ് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി അത് നോക്കാവുന്നതാണ്. ഒരു കുട്ടി ഇസ്ലാമിലോട്ട് ബ്രദറെ ജനിച്ചു വീഴുന്ന ഉടനെ അവരുടെ ചെവിയിലോട്ട് ലാഹിലാഹ ഓതി കൊടുക്കും. അതോടെ ലോജിക്കൽ തിങ്കിങ് ഔട്ട് ഓഫ് ദ വിൻഡോയാ. അപ്പം ബ്രദർ, ഈ ലോജിക്കൽ തിങ്കിങ് അവർക്കുണ്ടെന്ന് പറയുന്നത് ശവത്തെ കുത്തരുത് കേട്ടോ ബ്രദറെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 3:161 ഉണ്ടല്ലോ, മോഷ്ടിച്ച വസ്തു, അതായത് പ്രവാചകന്മാരങ്ങനെ മോഷ്ടിക്കുന്ന ആൾക്കാരല്ല എന്ന് അള്ളാഹു അവിടെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയാണ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. നമുക്ക് കോളേജിൽ നിന്നൊക്കെ പുറത്ത് പോകുമ്പോൾ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, ഇവര് നല്ല സൽസ്വഭാവിയാണെന്നൊക്കെ പറഞ്ഞ്. എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ഒരെണ്ണം കിട്ടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അള്ളാഹു ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഒരു പ്രവാചകനെ പറ്റി ഇങ്ങനെയുള്ള ഇതൊന്നും, പ്രവാചകന് സാധനങ്ങൾ മോഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഒരു പ്രധാന പോയിന്റ്, അങ്ങനെയാണെങ്കിൽ ഇത് മോഷ്ടിച്ചു തരാന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? മോഷ്ടാവിനെ എന്തായാലും അള്ളാഹുവിനറിയാം. അള്ളാഹു അറിയാത്ത ഒരു മോഷ്ടാവും ഇല്ല. സർവജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ്, കരുണാനിധിയാണ്, ജയലളിതയാണ്, ഒക്കെ ശരി. മോഷ്ടിച്ച ആളെ അപ്പൊ കൈ ചൂണ്ടി എന്തുകൊണ്ട് കാണിച്ചു കൊടുത്തില്ല? അപ്പൊ ഈ സഹാബികൾ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹം എടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇദ്ദേഹത്തിന് എന്തായാലും ബെസ്റ്റ് ഓഫ് ദ വാർ ബൂട്ടി കിട്ടുന്നുണ്ടല്ലോ. അതായത് ഈ കൊള്ള വസ്തുവിൽ ബെസ്റ്റ് പാർട്ട് ഫോർ മുഹമ്മദിന് തന്നെയാണ് ബെസ്റ്റ് പാർട്ട്. പിന്നെ 1/5 ഭാഗം, കൊള്ള മുതലിന്റെ 1/5, അത് സൂറ 8ന്റെ 41 കിടക്കുന്നുണ്ട്. 1/5 ഭാഗം അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണെന്ന്. അപ്പൊ അള്ളാഹുവിനും റസൂലിനും 5, പക്ഷെ 8ന്റെ 1 പറയുന്നത് കൊള്ള മുതൽ മുഴുവനും അള്ളാഹുവിനും റസൂലിനും ആണെന്നാണ്. 39 വേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഇങ്ങനെ റിഡക്ഷൻ സെയിലായി വന്ന് ഈ സെയിൽ, ആടി മാസത്തില് സെയില്, കർക്കിടക മാസത്തിലൊരു സെയിലുണ്ട് തമിഴ്നാട്ടിലൊക്കെ, ആടി സെയിൽ എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ഓരോ ആയത്തില് ഫുൾ മുഴുവനും എനിക്കാണെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 8ാമത്തെ സൂറ 41 വരുമ്പോഴത്തേക്കും ഇതാ അദ്ദേഹം 80% വിട്ടുകൊടുത്തു. 80% അവര് പറയുന്നത് തള്ളുപടി എന്നാ പറയുന്നത്, സെയിലിന് തള്ളി വിട്ടുകൊടുത്തു. 80% തള്ളി വിട്ടിട്ട് 20% പിടിച്ചു ഇദ്ദേഹം, ഇതെനിക്കുള്ളതാണ്. അപ്പൊ ഈ ചുവന്ന തുണി, അതായത് യഹൂദന്മാരോ ആരോ അല്ല, മക്ക മുശ്രിക്കുകളുടെ ആണല്ലോ കൊള്ളയടിച്ചത് ബദർ യുദ്ധത്തില്. അതിന് യഹൂദന്മാരുടെ കച്ചവടക്കാര് യഹൂദന്മാരുടെ തുണി മേടിച്ചതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ സാധനം
ഇദ്ദേഹത്തിന് മോഷ്ടിക്കാൻ എന്തായിരിക്കണം കാരണം? നിയമപരമായിട്ട് പുള്ളിക്കാരുടെ നിയമം കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധനത്തിനെ മോഷ്ടിക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കണം എന്നാണ് ഇവിടുത്തെ ചോദ്യം. നാസ്രിൻ ബ്രദർ. ലീ സിസ്റ്ററെ, എനിക്ക് മനസ്സിലാക്കിയത് ഈ മുഹമ്മദിന് ഈ മോഷണം എന്നുള്ളത് ഈ ചില ആൾക്കാര് ഉണ്ടല്ലോ, ഈ ലെപ്റ്റോമാനിയ. ഒരു പെർട്ടിക്കുലർ ക്ലെപ്റ്റോമേനിയ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ അവർ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുകയോ ആരുടെയെങ്കിലും അടുത്ത് പോവുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അപ്പൊ കട്ടെടുത്ത് പൊക്കും വെക്കുന്ന ഒരു പൊക്കും സ്വഭാവം. പൊക്കും പൊക്കും അത്. എന്തെങ്കിലും ചിലപ്പോ ഒരു ചട്ടിയായിരിക്കും, ചിലപ്പോ ഒരു എന്തെങ്കിലും ചെറിയ ചെറിയ ഇപ്പൊ നെയിൽ കട്ടർ ആയിരിക്കും. അങ്ങനെ ഈ പുള്ളിക്കാരന് പല രോഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പുള്ളിക്കാരന് ആത്മഹത്യ പ്രേരണ ഉണ്ടായിരുന്നു. പല പ്രാവശ്യവും പുള്ളി അത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വേറെ ഒരു പ്രവാചകന്മാരും ചെയ്യാത്ത, ബൈബിളിലെ പ്രവാചകന്മാരാരും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്യുന്നത്. പുള്ളിക്കാരന് ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഇങ്ങനെ ഈ ചെറിയ ചെറിയ വസ്തുക്കളെ കട്ടെടുക്കുക എന്നത് പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളി അവിടുത്തെ രാജാവല്ലേ. രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്രത്തിന്റെ ഒരു ഗുണ്ടാ സംഘം തലവൻ തന്നെയാണ് പുള്ളി. അപ്പം പുള്ളിക്ക് വേണമെങ്കിൽ ഓക്കെ ഇങ്ങനെ നോക്കി അത് നല്ലതായിട്ട് തോന്നുന്നു, പുള്ളി അവരോട് പറഞ്ഞാൽ പോരെ, സഹാബിമാരെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഞാൻ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ പോരെ. അല്ല, പുള്ളി അത് തട്ടിയെടുക്കുക. പുള്ളി അത് ഇവരാരും അറിയാതെ കട്ടെടുക്കുകയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും മുഹമ്മദിന്റെ മേൽ ഈ ആരോപണം വെച്ചത്. ആ സഹാബിമാരുടെ ചങ്കൂറ്റം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം വേറെ വേറെ ആരും അല്ല ഇത് പറയുന്നത്, സഹാബിമാര് തന്നെയാണ് മുഹമ്മദിന്റെ മേൽ ഈ ആരോപണം വെക്കുന്നത്. ഇനിയും നമ്മുടെ താഴെ ഇരിക്കുന്ന ഒരു സഹോദരൻ ക്രിസ്റ്റോബാൽ ബ്രദർ ചോദിച്ചത്, മോഷണം ഹലാലാക്കിയോ, മോഷണം ഹലാലാണോ ഇസ്ലാമിൽ? തീർച്ചയായിട്ടും മോഷണം ഇസ്ലാമിൽ ഹലാലാണ്. അതിന്റെ കാരണവും കൂടെ പറയാം. ഇവര് പറയുമല്ലോ മോഷണം, മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈ വെട്ടണം എന്നൊക്കെ. അതൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. കാരണം വേണ്ടേ, ബുഖാരിയുടെ ഹദീസ് 7487 7487 7487 എഴുതിയെടുക്കണം കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്ന ഹദീസുകളാണ്. അത്യാവശ്യം ഇസ്ലാമിന്റെ വൃത്തികെട്ട മൊറാലിറ്റിയിൽപ്പെട്ട ഒരു സാധനമാണ്. ഞാൻ ഇതിനകത്ത് നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് എഴുതിയെടുക്കുക. ഓക്കെ, എന്താണ് ഈ പറയുന്നതെന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. മോഷണം, ടു ബി എ തീഫ്, അല്ലെങ്കിൽ കട്ടെടുക്കുക, അഡൾട്ടറി, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുക, ഇതെല്ലാം ഹലാലാണ്. നോക്കിക്കേ, അവിടെ എന്താ പറയുക? സഹീഹ് അൽ ബുഖാരി 7487, നറേറ്റഡ് അബൂദാർ, the prophet said, Gabriel came to me and gave me the glad tidings that anyone who died without worshipping anything beside Allah would enter paradise. ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു അല്ലാഹു അല്ലാതെ വേറെ ആരെയും ആരാധിക്കാതെ അള്ളാഹുവിനെ ആരാധിച്ച് അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, എനിവൺ ഹു ഡൈഡ് വിത്തൗട്ട് വർഷിപ്പിംഗ് എനിത്തിങ് ബിസൈഡ് അള്ളാഹ്, അപ്പൊ അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതെ അള്ളാഹുവിനെ ആരാധിച്ച് മരിച്ചു പോയാൽ വുഡ് ഹി എൻറ്റർ പാരഡൈസ്, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ? മുഹമ്മദ് ജിബ്രീലിനോട് ചോദിക്കുക. എന്നിട്ട് പറയുക, ഈവൻ ഇഫ് ഹി കമ്മിറ്റഡ് തെഫ്റ്റ് ആൻഡ് ഈവൻ ഇഫ് ഹി കമ്മിറ്റഡ് ഇല്ലീഗൽ സെക്ഷൽ ഇന്റർകോഴ്സ്, അവൻ കട്ടെടുക്കുകയോ അവൻ വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ? ഇത് ചോദ്യ. ഹി സെഡ് യെസ്. ജിബ്രീൽ പറയുക ചെയ്യുമെന്ന്. സ്വർഗത്തിൽ പോകുമെന്ന്. വ്യഭിചാരം ചെയ്യുന്നവനും കട്ടെടുക്കുന്നവനും സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുകയാണ് ജിബ്രീൽ. ആര്? പ്രപഞ്ച സൃഷ്ടാവിന്റെ മലക്കാണ് പഠിപ്പിക്കുന്നത്. ഹി സെഡ് യെസ്, ഈവൻ ഇഫ് ഹി കമ്മിറ്റഡ് തെഫ്റ്റ് ആൻഡ് ഈവൻ ഇഫ് ഹി കമ്മിറ്റഡ് ഇല്ലീഗൽ സെക്ഷൽ ഇന്റർകോഴ്സ്, സിന ചെയ്താലും അവൻ കട്ടെടുത്താലും അവൻ അള്ളാഹു മാത്രം ദൈവമാണെന്ന് വിശ്വസിച്ചാൽ മതി. അവൻ എവിടെ പോകും? അവൻ സ്വർഗത്തിൽ പോകും. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ മുഹമ്മദ് ഈ അണ്ടർവെയർ മോഷ്ടിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പരിപാടിയും ഇതിനകത്ത് നടക്കുന്നില്ല. മുഹമ്മദ് ഇത്രയും ധൈര്യത്തോടെ ഈ കാര്യം ചെയ്യാനുള്ള കാരണം എന്തുവാ? മുഹമ്മദിനറിയാം ഇത് ചെയ്തു കഴിഞ്ഞിട്ടും അള്ളാഹു എന്നെ പ്രവേശിപ്പിക്കും. എവിടോട്ടാ?
ആത്മസംതൃപ്തി അണഞ്ഞ് അള്ളാഹുവിന്റെ മടിയിലോട്ട് അങ്ങ് കയറ്റുക. എന്ത്? ഈ പുള്ളിക്കാരൻ വ്യഭിചാരം ചെയ്തിട്ട് വരിക, ഈ പുള്ളിക്കാരൻ മോഷ്ടിച്ചോണ്ട് വരിക. പക്ഷെ എന്നാലും അള്ളാഹുവിന് മൊറാലിറ്റി പ്രത്യേകിച്ചൊന്നും ഇല്ല. അള്ളാഹുവിന് ധാർമ്മികതയോ ബ്രദറെ മൊറാലിറ്റിയോ സ്വന്തം ഒന്നുമില്ല. കാര്യം ചോദിച്ചത് നസ്രീൻ ബ്രദറെ സ്വന്തം കാര്യം ചോദിച്ചതായിട്ടല്ലേ അപ്പൊ അവിടെ കാണുന്നത്. എന്റെ ഗതി എന്താവുന്നാണ് അതെ അതെ ഇൻഡയറക്ട്ലി അതെ അതെ ചോദിച്ചതല്ലേ. പുള്ളി ഇത് രണ്ടും ചെയ്തിട്ടില്ലല്ലോ ഈ സിസ്റ്ററെ, അതുകൊണ്ടല്ലേ പുള്ളി ഇത് ആ ചോദിക്കുന്നത്. പേടിയാ പുള്ളിക്ക്. അതെ. ഈ മുഹമ്മദിന്റെ ഈ മാനസിക വൈകല്യങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള ഓടാനുള്ള ക്ലബ് ഉണ്ടാവുമോ? ഒരാഴ്ചയോ? അതൊന്നും പോരാ. അതൊക്കെ കുറവാ ബ്രദറെ. ഞാൻ വേറെ രണ്ട് ഹദീസുകൾ വായിക്കാട്ടാ. അതായത് ഇതിപ്പോ ഇതിപ്പോ പറഞ്ഞത് ഈ ബദർ യുദ്ധത്തിന്റെ സമയത്താണ് ഈ ജട്ടി മോഷ്ടിക്കേണ്ട ഇത് പുള്ളിക്കാരന് വന്നത്. ആ ഈ അത് ബദറുദ്ധത്തിന്റെ സമയത്തല്ല ഒരു തുടക്കകാലം. സംശയം ചോദിച്ചോടല്ലേ സിസ്റ്റർ ആ നസ്ലിം ബ്രദറെ, ഈ ബദറുദ്ധത്തിന്റെ സമയത്തല്ലേ കിനാനയുടെ ഇത് ചെയ്യുന്നത്? കിനാനയുടെ അല്ലല്ല, എല്ലാവരും അല്ല അത് കിനാനയിലെ ഖൈബർ. ഇല്ലില്ല, അത് ഖൈബർ. അല്ലല്ല, അത് ഖൈബർ ഖൈബർ. ഖൈബർ യുദ്ധത്തില. അത് ഖൈബർ യുദ്ധം. ഇത് കിനാനയെ കൊന്ന് സഫിയെ എടുക്കുന്നത് അത് ഖൈബർ യുദ്ധത്തില. ഓക്കെ. ഒരു സംശയം ഞാനൊരു ചോദിച്ചോട്ടെ? ഒരു ബ്രദറെ സംശയമുണ്ട്. പറയും. അതായത് ഈ ഖൈബർ യുദ്ധത്തിലാണല്ലോ ഇതെല്ലാം കൊന്നു. അവളെ സഫിയനെ വേറൊരുത്തൻ കൊണ്ടോണ കണ്ടിട്ട് സഹാബി ഒന്ന് പറയുകയാണല്ലോ, ഇവനതേ നിനക്ക് നല്ലതാണ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ പുള്ളി ചെന്ന് അവനോട് വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇടിച്ചുകൊണ്ട് കൊണ്ടിരുന്നേ അതെ അല്ലെ? അതൊരു അടിച്ചു മാറ്റി കൊണ്ടിരുന്നതല്ലേ എന്ന് പറയുന്ന അല്ലല്ല, രീതിയിൽ വേറെ ആരെങ്കിലും സഹാബിക്ക് കിട്ടിയ സാധനം അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട് സഹാബി തപ്പിയിട്ട് കാണാതെ പോയത് കൊണ്ട് ഒരു അതൊന്നും ഒരു വലിയ കാര്യമല്ല ബ്രദറെ. അതൊക്കെ വളരെ സർവ്വസാധാരണം. ഞാൻ ആയത്ത് വായിക്കാം. അതായത് സഹാബിക്ക് അള്ളാഹു കിട്ടിയ പറഞ്ഞു. സാധനം കൊള്ളമുതൽ പങ്കിട്ടപ്പോ സഹാബിക്ക് പോയ ചുമന്ന ചട്ടി ഈ പുള്ളി അടിച്ചു മാറ്റിയതാണെങ്കിലും രാത്രി പോയി. അങ്ങനെയൊന്നുമല്ല. അത് വേറെ കാര്യമാണ്. ഞാന് ആയത്ത് വായിക്കാം. അള്ളാഹു പറയുകയാണ് മോഷ്ടിച്ചോളാൻ. ഓക്കെ. അതായത് അൽ നൂറ്, പ്രകാശം പരത്തുന്ന ചാപ്റ്റർ ആണ് അൽ നൂറ്. അതിന്റെ 29ാമത്തെ സൂക്തത്തിൽ പറയുകയാണ്, ആൾപ്പാർപ്പില്ലാത്തതും നിങ്ങൾക്ക് ഉപയോഗമുള്ളതുമായ വീടുകളിൽ കയറി നിങ്ങൾ അതിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട സാധനങ്ങൾ എടുക്കാം, കുറ്റമില്ല. ആൾപ്പാർപ്പില്ലാത്ത വീടെന്ന് പറഞ്ഞാൽ അന്യന്റെ വീട്. ആൾപ്പാർപ്പില്ല എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഉപേക്ഷിച്ചു പോയതെന്നുള്ളതല്ല. ആൾക്കാർ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്ന വീടാണ്, നിങ്ങൾക്ക് കയറി അങ്ങോട്ട് ഉപയോഗിക്കാൻ. ഓക്കെ, അത് പോട്ടെ. ഞാൻ നിങ്ങൾക്കൊരു വേറെ ഹദീസ് വായിച്ചു കേൾപ്പിക്കാം. ഇതിപ്പോ തുണി മോഷ്ടിച്ചത് ഒരു വലിയ പ്രശ്നമായിട്ട് സഹാബികൾ കാണണമെങ്കിൽ ആ തുണിയിൽ എന്തോ പ്രത്യേകത കണ്ട് എല്ലാരും കണ്ണിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഖൈബർ യുദ്ധത്തിൽ എത്രയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ അടിക്ക് ഈ ഒരു ചുവന്ന വെൽവെറ്റ് തുണി മാത്രം നഷ്ടമാകണമെങ്കിൽ എല്ലാവന്മാരുടെയും കണ്ണ് അതിന്റെ മേലുണ്ടായിരുന്നു. ഏതോ സഹാബി അത് കൊള്ളമുതലിന്റെ കൂടെ വലിച്ചു പുറത്തിട്ടു. എല്ലാവരും അത് കണ്ടു, അത് വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടത് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി. മറ്റവന്മാര് കക്കുന്നതിന് മുമ്പ് ഞാനതങ്ങ് കട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇതിനെ നോക്കിക്കോളൂ. മുഹമ്മദിന്റെ ജീവിതത്തില് മുഹമ്മദ് എങ്ങനെയൊക്കെയാണ് ഓപ്പനായിട്ട് മോഷണം നടത്തിയത്, അല്ലെങ്കിൽ ഓപ്പനായിട്ട് മനുഷ്യരെ കൊണ്ട് വെക്കടാ പണം എന്ന് പറഞ്ഞു വെച്ചതിന്റെ ഒരു ഹദീസ് ഞാൻ വായിക്കാം. സുനൻ അബി ദാവൂദ് 1563. ഓക്കെ, ബുക്ക് നമ്പർ 9 പോവുകയാണെങ്കിൽ ഹദീസ് നമ്പർ 8. സുനൻ അബി ദാവൂദ് ബുക്ക് നമ്പർ 9 ഹദീസ് നമ്പർ 8. Sunnah.com 1563. A woman came to Nabi with her daughter. ഒരു സ്ത്രീ തന്റെ മകളെയും കൂട്ടിക്കൊണ്ട് നബിയുടെ അടുത്ത് വന്നു. Who had worn 2 heavy gold bangles on her hands. അപ്പൊ ഈ പെൺകുട്ടിയുടെ കയ്യില് നല്ല വെയിറ്റ് ഉള്ള 2 സ്വർണ്ണ വളകൾ ഉണ്ടായിരുന്നു. ഹെവി ഗോൾഡ് ബാംഗിൾസ് എന്ന് പറഞ്ഞാല് അവര് പറയണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളത്, ഒന്നും അല്ല. He said to her, നബി അവളോട് പറഞ്ഞു, Did you pay zakat on them? നീ ഈ വളയെ നോക്കിയിട്ട് പറഞ്ഞതാണ്, വളയെ നോക്കിയിട്ട് ഇതിന് സക്കാത്ത് കൊടുത്തോന്ന് ചോദിച്ചു. ഈ വളയ്ക്ക്
അവൾ പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, Are you pleased that Allah may put 2 bangles of fire on your hands? ഒരു സ്ത്രീ കാണാൻ വന്ന്, കൂടെ ഒരു മകളുണ്ട്. ആ മകളുടെ കയ്യിൽ നല്ല 2 സ്വർണ്ണ വളകള്, നല്ല ഹെവി. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ നീ വളയ്ക്ക്? ഇല്ല. Are you pleased? നിനക്ക് സന്തോഷമാകുമോ സിസ്റ്റർ അല്ലാഹു ആ റെഫറൻസ് ഒന്നുകൂടെ പറയാം. സിസ്റ്റർ ആ റെഫറൻസ് ഒന്ന് പറഞ്ഞേ. സുനൻ നബി ദാവൂദ് 1563, ബുക്ക് നമ്പർ 9, ഹദീസ് നമ്പർ 8 ആണ്. Okay, are you pleased that Allah may put 2 bangles of fire on your hands? നിനക്ക് സന്തോഷമാകുമോ അല്ലാഹു നിന്റെ കൈകളിൽ 2 തീയുടെ വളയങ്ങൾ ഇട്ടാൽ? സ്വർണ്ണവളയ്ക്ക് പകരം അല്ലാഹു നിന്റെ കയ്യിൽ തീ കൊണ്ടുള്ള 2 വളകൾ ഇട്ടാൽ നിനക്ക് സന്തോഷമാകുമോ എന്ന് ചോദിക്കുക പെണ്ണോട്. Thereupon she took them off and placed them before the prophet. അത് കേട്ട ഉടനെ അവള് വള ഊരി നബിയുടെ മുമ്പിൽ വെച്ചു, saying, These are for Allah and his apostle. ഇത് ലീ അല്ലാഹുവിനും സിസ്റ്ററെ അപ്പോസിൽ. ഞാനിത് കേൾക്കുമ്പം ഈ പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഈ ഭർത്താവിന്റെ വീട്ടിൽ വരുന്ന ഒരു ഒരു സ്ത്രീയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ അമ്മായിയമ്മ ഈ കൊണ്ടുവന്ന എന്റെ മരുമകൾ കൊണ്ടുവന്ന കുറെ ആഭരണങ്ങളൊക്കെ കാണുമല്ലോ. ഇതൊക്കെ കണ്ടു, ഓ കൊള്ളാവല്ലോ, നിന്റെ ആഭരണങ്ങളൊക്കെ കൊള്ളാവല്ലോ, എടി എനിക്ക് കൂടി ഒരെണ്ണം താടി എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് പുള്ളിക്കാരൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അവിടെ ആ സ്ത്രീയെ പേടിപ്പിച്ചു. അത്രയും മാത്രമേ ഉള്ളൂ, പേടിപ്പിച്ചു. ഈ അള്ളാഹുവിന്റെ കാര്യം, നരകത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തി പേടിച്ചു പോവല്ലോ. ഇങ്ങനെ നബിയല്ലേ? നിന്റെ കയ്യിലോട്ട് ഈ തീയുടെ വളകൾ അള്ളാഹു ഇട്ട് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു തടി ഇങ്ങോട്ട്, ഒരു തടി. അതുപോലെ വേറെ ഒരു സ്ത്രീയോടും എന്തോ പൈസ ചോദിക്കുന്നില്ലേ സിസ്റ്ററെ? ഇത് വായിക്ക്. അങ്ങനെ ആയി. അപ്പൊ ഈ സ്ത്രീ അത് ഊരി വെച്ചിട്ട് അത് ഒന്ന് അള്ളാഹുവിനും ഒന്ന് പ്രോഫിറ്റിനാണെന്ന് പറഞ്ഞ് മുമ്പിൽ വെച്ചു കൊടുത്തു. ഫൈസൽ ഭായ് കേൾക്കുന്നുണ്ടോ എന്തോ? ഇരിക്കുന്നുണ്ട് ഇവിടെ. ഫൈസൽ ഭായ് என்ன சொல்றீங்க? உங்க நபி இப்படியெல்லாம் செஞ்சிருக்கு. സോറി, മലപ്പുറം ഭാഷയാണല്ലോ. ഫൈസൽ ഭായ് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഫൈസൽ ഭായി ബിസിയാണ്. ഫൈസൽ ഭായി ഇത് മൈക്ക് എടുക്കുമ്പോ സംസാരിക്കും. ഫൈസൽ ഭായി ഓരോ കോമഡികൾ കേൾക്കാൻ നല്ല രസമാണ്. ഓക്കെ. പിന്നെ ആയിഷനെ കൂടി വെറുതെ വിട്ടിട്ടില്ല ആള്, അറിയാമോ? ആയിഷയെ പോലും ഇദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല. അതും സുനൻ നബി ദാവൂദ് തന്നെ. സുനൻ നബി ദാവൂദ് 1565 എടുത്താലും കാണാൻ പറ്റും. 1565. ഞാൻ മുമ്പ് വായിച്ചത് 1563. ഇതില് ആയിഷ പറയാണ്, നബി എന്റെ വീട്ടിൽ വന്നു. ഞാൻ 2 സിൽവർ റിങ്സ് ഉണ്ടാക്കിച്ച് ഇട്ടിരുന്നു. അതായത് സിൽവർ റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളി കൊണ്ടുള്ള വളകൾ. അവന് സ്വർണ്ണമൊന്നും ഉണ്ടാക്കാനുണ്ടായി പണി, ഇപ്പൊ കാശുണ്ടായിരുന്നില്ല. ഇപ്പൊ 2 വെള്ളി റിങ്സ്, മോതിരം, 2 വെള്ളി മോതിരങ്ങൾ ഇട്ടിരുന്നു. ഇതെന്താണെന്ന് നബി ചോദിച്ചു. ഞാനിത് എനിക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഈ ആയിഷ സ്വന്തമായിട്ട് 2 സിൽവർ റിങ്സ്, അത് വെള്ളി കൊണ്ടുള്ള വളകൾ തനിയെ ഉണ്ടാക്കിച്ചു തനിയെ ഇട്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞ അതൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും തന്നെ തട്ടാനെ കൊണ്ട് ഉണ്ടാക്കിച്ചത്. അപ്പോൾ നീ ഇതിന് സക്കാത്ത് കൊടുത്തോ എന്ന് നബി എന്നോട് ചോദിച്ചു. കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, നീ നരകത്തീയിൽ എരിയാൻ ഇത് മാത്രം കാരണം മതി. രണ്ട് വെള്ളി കൊണ്ടുള്ള മോതിരം ഇട്ടതിനെ നരകത്തീയിൽ എരിയെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലാണ് സ്വന്തം ഏറ്റവും സ്നേഹമുള്ള ഭാര്യനെ.
അപ്പൊ കാണുന്നവരോടൊക്കെ ഓരോ സാധനം കാണുമ്പോൾ സക്കാത്ത് കൊടുത്തോ എന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ നരകത്തിയിൽ എറിയെന്ന് പറയുക, എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് സാധനം മേടിക്കുക. ഇതിങ്ങനെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും? ആദ്യത്തെ ഭാര്യയുടെ മുതല് മൊത്തം ഇങ്ങനെയല്ല കൈക്കലാക്കിയത്. ലീ സിസ്റ്ററെ, ഈ പുള്ളിക്കാരൻ ഭാര്യമാരെ വഞ്ചിച്ച ഒരു ഒരു സംഭവം ഓർമ്മയുണ്ട്. നമ്മള് പണ്ട് ഒരു പ്രാവശ്യം സംസാരിച്ചത്. ഭാര്യമാര് പറഞ്ഞത് എന്തുവാ, ഏം, താങ്കൾ ഞങ്ങൾക്കൊരു ഒരു ഗോൾഡിന്റെ വളയോ എന്തോ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഈ പുള്ളിക്കാരൻ ചെന്നിട്ട് ഗോൾഡിന് പകരം മുക്കുവണ്ടം. മുക്ക് ആ ആ ഉണ്ടാക്കി കൊടുത്ത്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഞാനത് എടുക്കാം, ഒരു മിനിറ്റ്. ഉം. ഇയാൾ ആദ്യത്തെ ഭാര്യയുടെ സ്വത്ത് മൊത്തം ഇങ്ങനെയല്ല കൈക്കലാക്കിയത് ഈ മുഹമ്മദ്. കൈക്കലാക്കിന്ന് പറഞ്ഞാ അതെല്ലാം പോയില്ലേ, ജോലി ചെയ്യത്തില്ലല്ലോ, ഉള്ളതെല്ലാം നശിപ്പിക്കല്ലായിരുന്നു. അല്ല, അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കല്യാണം തേരാ മൊത്തം പാര നടത്തിയത്. നടക്കുകയല്ലായിരുന്നോ പണി? അതെ 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 ലീ സിസ്റ്ററെ, ഈ പുള്ളിക്കാരൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സ്വർണത്തിന്റെ സാധനങ്ങളൊക്കെ മേടിക്കും. എന്നിട്ട് അവർ ഭാര്യമാര് ചോദിക്കുമ്പം അവരെ കളിപ്പിക്കും, വഞ്ചിക്കും. ഇത് കാരണം അള്ളാഹു വഞ്ചിക്കുന്നത് പോലെ മുഹമ്മദും വഞ്ചിക്കുന്നു. സൂറ 33:28. 33:28 പറയുന്ന, ഓ പ്രോഫറ്റ്, ടെൽ യുവർ വൈഫ്സ്, ഇഫ് യു സീക്ക് ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് എംബലിഷ്മെന്റ്, then come and I will make some provision for you and release you in an honorable way. നിങ്ങൾ ഈ ലോകത്തിലുള്ള സുഖങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻസ് ഒക്കെ തരാം. ഈ ആയത്തിന്റെ സൂറ 33:28 സഹോദരന്മാരെല്ലാവരും നോട്ട് ചെയ്യണം. സ്വന്തം ഭാര്യമാരെ മുക്കുവണ്ടം കൊടുത്ത് വഞ്ചിച്ച ഒരു പ്രവാചകനാണ് ഈ മുഹമ്മദ്. അതിന്റെ തഫ്സീറാണോ? തെളിവാണ് ഇമാം ഖുർത്തുബി. തഫ്സീർ ഇമാം ഖുർത്തുബി ഞാൻ അത് ലിങ്ക് ഞാൻ ചാറ്റ് ബോക്സിനകത്ത് ഇടുന്നുണ്ട്. സ്വന്തം ഭാര്യമാരെ മുക്കുവണ്ടം കൊടുത്ത് വഞ്ചിച്ച ഒരു പ്രവാചകൻ, ഞാൻ അതിന്റെ റെഫറൻസ് ഇട്ടിട്ടുണ്ട്. സൂറ 33:28 തഫ്സീർ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: The reason for which he had to be given the choice is that a woman from his wives asked him to make a ring of gold for her. ആ പുള്ളിക്കാരന്റെ ഭാര്യമാരിൽ ആരോ ഒരാളാണ്. അവര് മുഹമ്മദിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്വർണം കൊണ്ടുള്ള ഒരു ഗോൾഡ് റിങ്, ഒരു സ്വർണം കൊണ്ടുള്ള ഒരു മോതിരം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞു. So he made a ring of silver for her and coated it with gold. വഞ്ചന നോക്കിക്കേ. ഇങ്ങേര് വെള്ളി കൊണ്ടൊരു മോതിരം ഉണ്ടാക്കിയിട്ട് അതിന്റെ മേൽ ഗോൾഡ് കൊണ്ട് പൂശി. ആൻഡ് ഇറ്റ് വാസ് സെഡ് സാഫ്രൻ, ബട്ട് ഷീ റെഫ്യൂസ്ഡ് അൺലെസ് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പം ഇത് പുള്ളിക്കാരൻ ഭാര്യയ്ക്ക് കൊടുത്തപ്പോഴത്തേക്കിനും ഭാര്യ പറഞ്ഞു, ഞാൻ ഇതൊന്നും എടുക്കത്തില്ല, താങ്കൾ ഉടായിപ്പൊക്കെ സഹാബിമാരുടെ മുന്നിൽ മതി, മുസ്ലിങ്ങളുടെ മുന്നിൽ മതി ഈ ഉടായിപ്പൊക്കെ, ഞങ്ങളുടെ മുന്നിൽ ഈ ഉടായിപ്പൊന്നും എടുക്കരുത്, എനിക്ക് ഗോൾഡിന്റെ സാധനം മതി. അപ്പോഴത്തേക്കിനും അള്ളാഹു ആയത്തിറക്കി കൊടുക്കുക. മുഹമ്മദ് കാണിക്കുന്ന വഞ്ചനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സൂറ 33:28 ഇറക്കി കൊടുക്കുകയാണ് സഹോദരന്മാരെ. മുക്കുവണ്ടം കൊടുത്ത് വഞ്ചിച്ച ഒന്നാമത്തെ പ്രവാചകൻ ഇസ്ലാമിന്റെ പ്രവാചകനാണ്. അല്ലെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും മുസൽമാൻ ഉണ്ടോ? ഏതെങ്കിലും അല്ല, മുസൽമാൻ ഈ റൂമിലുണ്ടോ? നസീം ബ്രദറെ, എന്താ നിങ്ങൾ എപ്പോഴും വയ്യാവലി പറയും ബ്രദറെ? ഇസ്ലാം, പറഞ്ഞോ. നിങ്ങൾ എപ്പോഴും ചാലഞ്ച് ചെയ്യാറുണ്ട് ഇസ്ലാമിൽ നിങ്ങൾ ഒരു മുട്ടുസൂചിയെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പൊ ഇവർക്ക് ക്ലെയിം ചെയ്യാമല്ലോ ഇവർ ആദ്യമായിട്ട് മുക്കുവണ്ടം കണ്ടുപിടിച്ചതെന്ന്. അത് ശരിയാ. ആ ക്ലെയിമൊക്കെ നടത്താം. പക്ഷേ ഞങ്ങളുടെ പ്രവാചകൻ വഞ്ചന ചെയ്യുന്നവനല്ല, ഞങ്ങളുടെ അള്ളാഹു വഞ്ചന ചെയ്യുന്നവനല്ല എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നിങ്ങൾക്ക് ധൈര്യമില്ല. ഒരു മുസൽമാനും ഈ റൂമിൽ കയറി വന്നിട്ട് ഞങ്ങളുടെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ പ്രവാചകൻ വഞ്ചിക്കുന്നവനല്ല, ഭാര്യമാരെ വഞ്ചിച്ചിട്ടില്ല എന്ന് ഓരോ ഒറ്റ മുസൽമാന് കയറി വന്ന് സംസാരിക്കാൻ കഴിയത്തില്ല. നട്ടെല്ലും ചങ്കൂറ്റവും ഉള്ള മുസൽമാന്മാരാരും ഈ ക്ലബ് ഹൗസിൽ ജീവനോടെ ഇല്ല.
പിന്നെ അവിടെ ഇവിടെയും റൂം ഇട്ടിട്ട് കരയാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കഴിയത്തുള്ളൂ. അല്ലാതെ ക്രിസ്ത്യാനികളുടെ മുൻപിൽ നിൽക്കാനുള്ള ഒരു കഴകത്തുമുള്ള ഒരു മുസൽമാൻ ഈ റൂമിൽ ഇല്ലായേ ഇല്ല. ഉണ്ടെങ്കിൽ ഈ സൂറ ഞാനിപ്പോ വായിച്ച സൂറ 33-28 അതിന്റെ തഫ്സീർ ഞാൻ ഇവിടെ വായിച്ചു. മുഹമ്മദ് വഞ്ചിച്ച് സ്വന്തം ഭാര്യമാരെ മുക്കുപണ്ടം കൊടുത്ത്, ഭാര്യ എന്തോ ചോദിച്ചത്, എനിക്ക് സ്വർണത്തിന്റെ ഒരു റിങ് ഉണ്ടാക്കിത്താ, സ്വർണത്തിന്റെ ഒരു മോതിരം ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ വെള്ളിയുടെ ഒരു മോതിരം ഉണ്ടാക്കി അതിനെ ഗോൾഡ് കോട്ടിംഗ് ചെയ്യിച്ചു, എന്നിട്ട് കൊടുത്തു. അപ്പം ഭാര്യ എന്ത് പറഞ്ഞു? ഷീ റെഫ്യൂസ്ഡ് അൺലെസ് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അത് സ്വർണം കൊണ്ട് ഉണ്ടാക്കി തരാതെ ഞാൻ ഇതൊന്നും എടുത്തില്ലെന്ന് ഭാര്യ പറഞ്ഞു. അപ്പൊ എത്ര കാര്യമായി ഇപ്പം അപ്പൊ വഞ്ചന തന്നെ തന്നെ. അത് ചതിയല്ലാന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഭാര്യക്ക് മനസ്സിലായി എന്നല്ലേ ഉള്ളത്? എന്തോന്ന് കള്ളല്ലേ അത്? അപ്പൊ തന്നെ ഭാര്യക്ക് മനസ്സിലായി എന്തോന്ന് എന്നല്ലേ ഉള്ളത്? കറക്റ്റ് അത് വെള്ളി കൊണ്ടുള്ളതാണെന്നുള്ളത് ഭാര്യക്ക് മനസ്സിലായി എന്നാണല്ലോ. അപ്പോൾ ഒരു വഞ്ചന ഇല്ലല്ലോ. അല്ല, ഭാര്യ പറയുന്നത് എനിക്ക് സ്വർണം കൊണ്ടുള്ളതാണ് വേണ്ടത്. ഏ ഷീ അവ റെഫ്യൂസ്ഡ് ഇറ്റ് അൺലെസ് ഇറ്റ് ഈസ് ഓക്കെ, മെയ്ഡ് ഓഫ് ഗോൾഡ്. സ്വർണം ആവശ്യപ്പെട്ടു. ആരാണ് ഇവിടെ? സ്വർണത്തിനൊന്നും മുഹമ്മദിന്റെ കയ്യിൽ അപ്പോൾ കാശില്ല, അല്ലെങ്കിൽ അന്നത്തെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ റെഫ്യൂസ്, അപ്പോൾ അതിന് പകരം വെള്ളി കൊടുക്കുകയും വെള്ളിയെ പൂശി കൊടുത്തു. അല്ല, അത് അപ്പം അവർക്ക് പിന്നെ വെള്ളി അങ്ങ് അറിയാമായിരുന്നു. നേരെ കൊടുത്താ പോരായിരുന്നോ? കേരള അതല്ല ബ്രദറെ, വെള്ളി അതല്ല അങ്ങ് അവിടെ നേരെ ഇല്ല കൊടുത്താ അല്ല പോരായിരുന്നോ? അതിനെ അല്ലല്ല കോട്ട് ചെയ്തത് എന്തിനാ? നസരീം ബ്രദർ വായിച്ചപ്പോ തന്നെ അവിടെ വെള്ളി സ്വർണം കൊണ്ടോ ആ, അല്ലെങ്കിൽ ജാഫറാൻ കൊണ്ടോ എന്ന് രണ്ട് അഭിപ്രായം ഉണ്ട്. കേട്ടില്ല നിങ്ങൾ? അവിടെ ശരിക്കും വായിക്കുമ്പോൾ രണ്ട് അഭിപ്രായം വായിച്ചില്ലല്ലോ നിങ്ങൾ? ഇല്ല, കോട്ടേഡ് ഹി. സോ അല്ലല്ല, ഇവിടെ അതിന്റെ പറയുന്നത് അറബി എന്താ? സോ കണ്ടന്റ് ഹി എടുക്കും. മേഡ് എ അറബിക്ക് റിംഗ് ഓഫ് അല്ലല്ല സിൽവർ നസ്രീം ഫോർ ഹെർ ആൻഡ് കോട്ടഡ് ഇറ്റ് വിത്ത് ഗോൾഡ്. അല്ല നസരീം മനസ്സിലായോ? ബ്രദർ, അങ്ങനെയല്ല നസരീം ബ്രദർ. അവിടെ ഉള്ളത് ഞാനിത് വായിക്കാം, ശരിക്കും ഒന്നുകൂടെ ആ കേൾക്ക്. The reason for which he had to be given the choice is that a woman from his wives asked him to make a ring of gold for her. അപ്പം ഓക്കെ അവള് ചോദിച്ചെന്തുവാ? സ്വർണം കൊണ്ട്. So അതെ he made a ring of silver for her and coated it with gold. And it was അതെ said ആ, saffron. അല്ല അവിടെ തന്നെ But അതെ she refused. Huh? ഓക്കെ. അപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഉം. കറക്റ്റ് ഗോൾഡ് അല്ല, ബോധ്യപ്പെടുത്തിയിട്ട് കൊടുക്കുന്നത് കോട്ടഡ് ആണ്. അത് അതാണ്. ജാഫറാൻ ഇല്ല, ബോധ്യപ്പെടുത്തി അല്ല കൊടുക്കുന്നത്. ജാഫറാൻ എന്താ ജാഫറാൻ മനസ്സിലായോ? എന്റെ സഹോദര, ഓക്കെ. അപ്പൊ എന്റെ അല്ലല്ല, സാഫ്രാൻ, നിങ്ങൾ അതിന്റെ പറയുന്നൊരു വേർഡ് വഞ്ചന എന്തുവാ, അറബിക്കിൽ വാക്ക് സഹോദര. എന്തുവാ, ഇതൊന്നും അല്ല പ്രശ്നം. അവൾ അല്ലല്ല, എന്തുവാ ചോദിച്ചത്? പ്രശ്നം, എന്റെ അവൾ പ്രശ്നം എന്തുവാ ഇതാണ്. ചോദിച്ചത് കേരള ബ്രദറെ? വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രദർ? വഞ്ചന എന്ന് പറഞ്ഞാൽ അവൾ എന്താ? എന്തുവാ ചോദിച്ചെന്തുവാ? അല്ലല്ല, എന്റെ ചോദ്യം വഞ്ചന എന്നാൽ കേരള എന്താ? ബ്രദറെ, അവൾ എന്തുവാ ചോദിച്ചത്? എന്ത് ചോദിച്ചു എന്നതല്ല, ചോദിച്ചത് കൊടുക്കുക, ചോദിച്ചപ്പോ വേറൊന്ന് കൊടുക്കുക അവള് എന്നത് ചോദിച്ചത് വഞ്ചനയല്ല. സ്വർണമാണോ? അല്ലല്ല, ഞാൻ അവള് ചോദിക്കട്ടെ. ചോദിച്ചത് അല്ലല്ല, സ്വർണമാണോ? നസറീം ബ്രദറിന്റെ വൈഫ് ഒരു BMW കാർ എന്റെ വേണ്ട ഓടിക്കുന്നു. എന്റെ വേണ്ട വൈഫിലേക്ക് വരാൻ അല്ലല്ല, വരട്ടെ കേരള ഉദാഹരണം വേണ്ട, ബ്രദറെ. ഉദാഹരണം പറയട്ടെ. ഉദാഹരണം വേണ്ട, അല്ലല്ല, അങ്ങനത്തെ പറയട്ടെ, ഉദാഹരണം ഞാൻ ഇത് പറയാം. ശരി, എന്റെ വൈഫ് നിർത്തിക്ക്. പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനെ എക്സാമ്പിൾസ് ഒന്നും അനുവദിക്കില്ല. നിങ്ങളുടെയും വേണ്ട, ആരുടെയും വേണ്ട. സ്റ്റിക്ക് ടു ദ ടോപ്പിക്. കണ്ടിന്യൂ. ഇവിടെ ആ ഭാര്യ ചോദിച്ചത് എനിക്ക് സ്വർണം കൊണ്ടുള്ളതാണ് വേണ്ടത്. ഇനിയും മുഹമ്മദിന്റെ കയ്യിൽ സ്വർണം നസറീം ബ്രദറെ, ഞാൻ കൊണ്ടുള്ളത് ഇല്ല ചോദിച്ച എന്ന് വിചാരിച്ചോ? അവിടെ വഞ്ചന കേരള ഇല്ലല്ലോ. ബ്രദറെ പറയട്ടെ, അവിടെ സ്വർണം ഇല്ലെങ്കിൽ വെള്ളി ഉണ്ടെങ്കിൽ വെള്ളി കൊടുത്താൽ മതി. അതെന്തിനാണ് അതിനെ കോട്ട് ചെയ്യാൻ നോക്കിയത്? ഇന്നത്തെ അതിനെ സമ്പ്രദായത്തിൽ കോട്ടിങ് ചെയ്യാൻ പെട്ടതാണ്. നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുകില് എന്റെ ജാഫറ, കയ്യിൽ ഇല്ല. ഇപ്പൊ അല്ലല്ല, ഞാൻ എന്ത് അങ്ങനല്ല. പറയും? ഞാൻ എന്ത് പറയും? എടാ, നിന്റെ കയ്യിൽ ഉള്ളത് കൊടുത്താ പോരെ? നീ എന്തിനാണ് അതല്ല കളിപ്പിച്ച് അതല്ല അതിനെ കോട്ടിങ് ചെയ്ത് കൊടുക്കണ്ടേ? എന്നിട്ട് ഭാര്യ എന്ത് പറഞ്ഞു? അതല്ല ബ്രദർ, ബട്ട് ഷി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ്. റെഫ്യൂസ്ഡ് ഇറ്റ് അൺലെസ് ഇന്നത്തെ ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അല്ല, ഇന്നത്തെ കണ്ടീഷനിൽ നമ്മളിപ്പോ സ്വർണത്തിന് പകരം എന്ത് ഉപയോഗിക്കാറുണ്ട്? ഇന്നത്തെ കണ്ടീഷൻ പിരിയർക്കൊണ്ടെന്ന് അല്ല പറയുന്നത്. ബ്രദറെ, അല്ല, പറയട്ടെ, കേരള ഞാൻ ബ്രദറെ, പറയട്ടെ. ഇന്നത്തെ അവിടെ കണ്ടീഷൻ അല്ല. വഞ്ചന ഉണ്ട് എന്ന് അവിടുത്തെ നിങ്ങൾ സിറ്റുവേഷനിൽ ഒരു ഭാര്യ മിനിറ്റ്, എന്താ ഒരു മിനിറ്റ്, ചോദിച്ചതാന്നൊന്ന് ഒരു പറഞ്ഞേ. മിനിറ്റ്. വഞ്ചന നസ്രീൻ അവിടെ ബ്രദർ, നസ്രീൻ കൃത്രിമമാണ് ബ്രദർ, ബ്രദർ. ഞാൻ വേറെ എന്തെങ്കിലും എടുത്തോളൂ. ഇടപെടുകയാണ്. കേരള, ആ സ്റ്റോപ്പ് ഇറ്റ്. നസ്രീൻ ബ്രദർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് താങ്കൾ ഇടയ്ക്ക് കയറി പറയുകയാണെങ്കിൽ താഴെ പോയിരിക്കേണ്ടി വരും. പീരിയഡ്. ഐ ഹോപ്പ് യു ലീസ് അണ്ടർസ്റ്റാൻഡ്. ടീച്ചർ പറഞ്ഞോളൂ, എനിക്ക് നേരത്തെ പറയാനുണ്ട്. നേരത്തെ ലീസ് ടീച്ചർ ഇടയ്ക്ക് പറഞ്ഞ കാര്യം വീണ്ടും എനിക്ക് പറയാനുണ്ട്. കയറരുത്. യു സ്റ്റോപ്പ് ദയർ. ഇത് ഇനി ആരാ വഞ്ചന പറയുന്നത്? തന്നെയാണ്. സ്വർണ്ണ മോതിരം ചോദിച്ച ആൾക്ക് അതെങ്ങനെ വെള്ളിയിലുണ്ടാക്കി ലീസ് അതിനെ ടീച്ചർ എങ്ങനെ ഇടയ്ക്ക് വഞ്ചനയാകും? കയറരുത്. നിങ്ങൾ പറയേ, എങ്ങനെ ഇടയ്ക്ക് വഞ്ചനയാകും? കയറരുത്. നിങ്ങളുടെ ഉപദേശം ഇവിടെ ആവശ്യമില്ല.
അതെ, മനസ്സിലായോ? വഞ്ചന അല്ലാത്തതിന് സംസാരിക്കണമെങ്കിൽ വഞ്ചനയാക്കുന്നത് മര്യാദയ്ക്ക് ഇരുന്ന് എന്തിനാണ് സംസാരിക്കുക. ലീ സിസ്റ്ററെ, ഒരു കോമൺ സെൻസ് വേണ്ടേ? വഞ്ചനയല്ലാത്തതിന് നിങ്ങൾക്ക് വഞ്ചനയാക്കുന്നത് കോമൺ സെൻസ് എന്തിന്? ഇല്ല, ഞങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട്. വെളിവും വെള്ളിയാഴ്ചയുള്ളവർ തന്നെയാണ് ലീ ഇവിടെ ഇരിക്കുന്നത്. സിസ്റ്റർ, നിങ്ങൾ കോമൺ ചോദിക്ക സെൻസ് പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട, മനസ്സിലായോ? ഞങ്ങൾ നിങ്ങളൊരു വായിക്കുന്ന കാര്യം നിങ്ങളൊരു ക്ലിയർ ആയിട്ട് BMW മനസ്സിലാകുന്നുണ്ട്. ആവശ്യപ്പെട്ടു. ജട്ടി മോഷ്ടിച്ച മനുഷ്യൻ, ചുവന്ന ലീ ജട്ടി സിസ്റ്റർ മോഷ്ടിച്ച മനുഷ്യൻ, ഉത്തരം മുട്ടുമ്പോ അണ്ടർവെയർ കൊഞ്ഞനം മോഷ്ടിച്ച കുത്തരുത്. ലീ മനുഷ്യൻ, സിസ്റ്റർ രണ്ടുപേര് ഒരു സ്ത്രീ മകളെയും കൊണ്ട് വന്ന് അവരുടെ കയ്യിൽ 2 സ്വർണ്ണവള ഉണ്ടായിരുന്നു. അതിനെ അപ്പൊ തന്നെ മുമ്പിൽ ഊരി വെപ്പിച്ച അതെ, മനുഷ്യൻ. അതിനെ ഞങ്ങൾ എത്ര കുറിച്ച് എണ്ണം ഇപ്പൊ വായിച്ചോണ്ടിരിക്കുകയാണ്. ഇയാളുടെ വഞ്ചന, കൊതി, ലീ സിസ്റ്റർ ആർത്തി ഇതൊക്കെ ഞങ്ങൾ വായിച്ചു പഠിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രവാചകനായിരിക്കാം, ഓക്കെ, അത് നിങ്ങൾ വെച്ചോളൂ. എന്തിനാണ് വായിച്ച കാര്യം ഇല്ല എന്ന് പറയാൻ പാടില്ല, മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങളിപ്പോ വായിച്ച കാര്യമാണ്. നാസറിൻ ബ്രദർ കണ്ടിന്യൂ ചെയ്യൂ. അലവ് ചെയ്തിട്ട് ഇടയ്ക്ക് നിങ്ങൾ കയറി സംസാരിച്ചാൽ ഞങ്ങൾ താഴെ വിടും. സംസാരിക്കാൻ സമയം തരാം, ഓക്കെ മര്യാദയ്ക്ക് എനിക്ക് സമയം തരാം. സമയം ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന കേൾവിക്കാര് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഭാര്യ, മുഹമ്മദിന്റെ ഒരു ഭാര്യ, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് 2 എന്നിടം, അല്ല ഞാൻ പറയുന്ന സത്യം, അത് നിങ്ങൾക്കും അത് ലീ തന്നെ സിസ്റ്റർ മനസ്സിലായെങ്കിൽ ഐഡിയ ആണ്, ഒന്ന് അതൊന്നും എന്ന് ഇപ്പൊ ഇട്ട് പറഞ്ഞാൽ നടക്കൂല. മതി. കേക്കൂ, കേരള ബ്രദറെ ഒന്ന് കേക്കൂ. ഇവിടെ ഭാര്യ ചോദിച്ചത് സ്വർണം കൊണ്ടുള്ള ഒരു മോതിരമാണ്. മുഹമ്മദിന് ഇപ്പം കഴകത്തില്ല, മുഹമ്മദിന് ആ സമയത്ത് പണമില്ല എങ്കിൽ, മുഹമ്മദിന്റെ കയ്യിൽ വെള്ളി മാത്രമേ ഉള്ളൂ എങ്കിൽ മുഹമ്മദ് പറഞ്ഞാൽ മതി എന്റെ കയ്യിൽ വെള്ളി മാത്രമേ ഉള്ളൂ, എന്നിട്ട് വെള്ളി കൊണ്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കി അങ്ങ് കൊടുത്താൽ നേരെ മതി. പക്ഷെ പുള്ളി അതല്ല ചെയ്യുന്നത്. പുള്ളി എന്ത് ചെയ്തു? വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ട് അതിനെ കോട്ടിങ് ചെയ്ത്, അത് സ്വർണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കോട്ടിങ് ചെയ്തിട്ട് അത് ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഭാര്യ ക്ലിയർ ആയിട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ബട്ട് ഷീ റെഫ്യൂസ്ഡ് അൺലെസ് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അത് സ്വർണം കൊണ്ട് തരാതെ, സ്വർണം കൊണ്ട് ഉള്ളത് എനിക്ക് തന്നില്ലെങ്കിൽ ഞാനത് എടുക്കത്തില്ല എന്ന് ഭാര്യ ക്ലിയർ ആയിട്ട്, ഭാര്യയ്ക്ക് പിടികിട്ടി അതെ, അത് സ്വർണം ഭാര്യക്ക് കൊണ്ടുള്ള അല്ല അപ്പോഴേ എന്ന് ഭാര്യയ്ക്ക് പിടികിട്ടിയതാണ്. പിടികിട്ടി. ഭാര്യയെ ബോധ്യപ്പെടുത്തി അതെ, കൊടുത്താണ്. അഥവാ ഇത് കേക്കൂ, സ്വർണം. താങ്കൾക്ക് ഉത്തരം പറയാം. താങ്കൾക്ക് ഉത്തരം പറയാം. ഓക്കെ, അപ്പം ഭാര്യയ്ക്ക് പിടികിട്ടി അവിടെ നടന്നത് ചതിയാണ്, ഞാൻ ആ ചതിയിൽ കൂട്ടു നിൽക്കത്തില്ല എന്നുള്ളത് ഭാര്യയ്ക്ക് പിടികിട്ടി. അതുകൊണ്ടാണ് മുഹമ്മദിന് അവിടെ ഒരു അമളി പറ്റുന്നതും. അള്ളാഹുവിന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. മുഹമ്മദിന്റെ വീട്ടുവിശേഷങ്ങളും അതുപോലെ തന്നെ പെണ്ണുവിന്റെ വിശേഷങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി, ഇതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് ഗുണം? ഒരു ഗുണവുമില്ല. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് സ്വന്തം ഭാര്യയെ വെറും ഒരു മോതിരത്തിന് വേണ്ടി മുഹമ്മദ് വഞ്ചിച്ചു? അതാണ് ഇവിടുത്തെ ചോദ്യം. കേരള ബ്രദറിന് ഓക്കെ ഉത്തരം പറയാം. ഓക്കെ നസരീൻ ബ്രദർ പറഞ്ഞു, അതുപോലെ തന്നെ നേരത്തെ ലീ സിസ്റ്റർ പറഞ്ഞതിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഒന്നാമത് ലീ സിസ്റ്റർ പറഞ്ഞത് കയ്യിലെ വള ഊരി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായ അവസരവും അതുപോലത്തെ ഒരു അവസരം ആയിഷ ബീവിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇതൊക്കെ തീർച്ചയായിട്ടും പ്രവാചകന് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നതിൻ്റെ ഓരോ ഭാഗമാണ്. അഥവാ ഓരോ സമ്പത്തുള്ള ആളുകൾ അത് കൊണ്ട് നടക്കാതെ പകരം അതിന് 2.5% പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് കൊടുത്തേ മതിയാവൂ. അത്രയും വലിയ സ്വർണങ്ങളൊന്നും ധരിച്ച് വെറുതെ ഹുങ്ക് കാട്ടി നടക്കാതെ പകരം ദൈവം നിശ്ചയിച്ച ഈ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനും അവകാശപ്പെട്ടതാണ്. നിർബന്ധമായും കൊടുത്തിരിക്കണം. പാവപ്പെട്ട വിശ്വാസികൾ എന്ന് പറയൂ കേരള ബ്രോ. അല്ലല്ല, ആ അതെ വിശ്വാസി. അവിശ്വാസികൾക്കൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ അല്ല, തള്ളണ്ട. ഓക്കെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞോ, തള്ളണ്ട. അല്ല, എന്തോ ആവട്ടെ, അത് വിശ്വാസി ആവട്ടെ, വിശ്വാസി അങ്ങനെ ആവാതിരിക്കട്ടെ, കൃത്യമായി പറ, അതിനെക്കുറിച്ചല്ല ചർച്ച. കൃത്യമായി പറയൂ. പറഞ്ഞു വരുന്നത് അങ്ങനെ, അതായത് ദൈവത്തിന്റെ സമ്പത്ത് സമൂഹത്തിനിടയിൽ വിതരണം ചെയ്യപ്പെട്ടപ്പോൾ അതൊരിക്കലും സമൂഹത്തിലെ സമൂഹം എന്ന് പറയല്ലേ, വിശ്വാസികൾ സമൂഹം എന്ന് പറയല്ലേ, സമൂഹം എന്നൊന്നും പറയണ്ട. കാഫിറുകൾക്ക് കൊടുക്കാൻ നിയമമില്ല, എവിടെ നജസിന് തള്ളി കൊടുക്കാൻ നിയമമില്ല. മറിക്കുന്നു? ഓക്കെ തള്ളി അല്ല, ഞാൻ പറഞ്ഞത് മറിക്കാതെ. അതല്ല, നിങ്ങൾ അവിടെ പറഞ്ഞതിന്റെ ആശയം എന്തായിരുന്നു? അവരിൽ നിന്ന് അത് അതൊക്കെ ഊരി ഓക്കെ. വാങ്ങിച്ചു ഞാൻ എന്നല്ല, പറയുന്ന അതവരെ ഇതാണ്, ബോധ്യപ്പെടുത്താൻ വേണ്ടി. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മതി, സമൂഹമെന്നോ ശരി, പാവങ്ങളെന്നോ വിശ്വാസികൾ. ഒന്നും ഓക്കെ, പറയണ്ട. വിശ്വാസികൾ. ഓക്കെ, ഞാൻ നിർത്തി. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചു കേട്ടു. ഇനി മിണ്ടരുത്. ഓക്കെ, പറയട്ടെ. അടുത്തത് നസ്രീൻ ബ്രദറിനോട്. അതായത് പാവപ്പെട്ടവനായ ഒരു ക്രിസ്ത്യാനിയും ജൂതനും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇത് അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. പാവപ്പെട്ടവനായ ഹിന്ദുവോ പാവപ്പെട്ടവനായ ക്രിസ്ത്യാനിയോ ജൂതനോ ഒന്നും കൊടുക്കാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണിത്. കണ്ടിന്യൂ ചെയ്തോ.
ഹലോ. അത് അങ്ങനെ തന്നെ ഓരോ വിഭാഗത്തിലും അങ്ങനെ സംവരണം പിന്നെ പാവങ്ങളിൽ ഏർപ്പെടുത്തുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടല്ലോ. അല്ലല്ല തീർച്ചയായിട്ടും അങ്ങനെ അതെ അതെ അങ്ങനെ അതെ, ഉണ്ടല്ലോ. പാവപ്പെട്ടവനിൽ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അത് നല്ല കാര്യമാണ്. പറഞ്ഞോ. ഉദാഹരണത്തിന് അങ്ങനെ ചില സംഗതികൾ വിതരണം ചെയ്യുമ്പോൾ ചില സമയത്ത് അങ്ങനെ നിങ്ങൾ ആ നല്ലതാ. കൊടുക്കുന്നുണ്ടാവാം. പാവപ്പെട്ടവരാ രണ്ടുപേരിക്കും ആദ്യം നമ്മൾ റിലീജിയൻ ചോദിച്ചിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. നല്ല അല്ല കാര്യമാണ്. പറഞ്ഞോ. അവർക്ക് അല്ല കൊടുക്കരുതെന്ന് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് അവർക്ക് വെക്കണ്ട കേരള, അല്ല ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വെക്കണ്ട. പറയുന്നത് കേൾക്ക്. അല്ലല്ല ഞാൻ ക്രിസ്ത്യാനികൾ പറയട്ടെ. അങ്ങനെ ചെയ്യത്തില്ല. പറ ഇത് അത് കേൾക്ക്. ഇത് അയ്യ കള്ളം പറഞ്ഞു പോവല്ലേ കേരള, കള്ളം പറഞ്ഞു പോവല്ലേ. ഇത് കേട്ടിട്ട് പോ. ക്രിസ്ത്യാനികൾ ഒരു കാലത്തിലും ഇന്ത്യയിലാകട്ടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഒരിടത്തും ഇങ്ങനെ ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ക്രിസ്ത്യാനികൾ ഓർഫനേജുകൾ തുറക്കും, ക്രിസ്ത്യാനികൾ സ്കൂളുകൾ തുറക്കും. ഈ ഓർഫനേജസിലൊന്നും റിലിജ്യൻ നോക്കിയിട്ടല്ല അകത്ത് അവരെ പരിപാലിക്കുന്നതും അവരെ പരിചരിക്കുന്നതും അവർക്ക് കൊടുക്കുന്നതും ഓക്കെ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളുടെ സമ്മതിച്ചു. നെഞ്ചത്തോട്ട് വെക്കല്ലേ. ഓക്കെ ഇത് നിങ്ങളെ ഇസ്ലാം നെഞ്ചത്ത് എന്ന വെക്കുന്നില്ല. ഓക്കെ വൃത്തികെട്ട മതത്തിൽ ഇല്ല. മാത്രമേ അവിടെ ഉണ്ട് ഈ ഇത് കേൾക്ക്. സക്കാത്ത്. കേരള ബ്രദറെ കേൾക്കൂ. ഈ സക്കാത്ത് എന്ന പരിപാടി കൊടുക്കുന്നത് പോലും ഒരു മുസൽമാൻ മറ്റേ മുസൽമാനാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ബഹുദൈവ വിശ്വാസികൾക്കോ കാഫിറുകൾക്കോ നജിസുകൾക്കോ കൊടുക്കാൻ നിയമമില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അല്ല ഈ അവിശ്വാസികൾക്ക് പോലും. ബ്രദറെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. കേരള ബ്രദറെ ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഓക്കെ പറഞ്ഞോട്ടെ. അതെ പറഞ്ഞോളൂ. പക്ഷെ ഇങ്ങനെ ഉണ്ടോ? ഞാൻ പറയട്ടെ. പറയുമ്പോ പ്രിസൈസ് ആയിട്ട് പറയൂ, അല്ലാതെ തള്ളി മറിക്കാതെ പ്രിസൈസ് ആയിട്ട് പറ. വിശ്വാസി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മുന്നോട്ട് പോകാമായിരുന്നു. നിങ്ങൾ ഈ സമൂഹം പിന്നെ വിശ്വാസി എന്ന് പാവപ്പെട്ടവൻ ഞാൻ എന്നൊക്കെ പറഞ്ഞല്ലോ. പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് വിശ്വാസി എന്ന് ഇടപെട്ടത്. ഞാൻ പറഞ്ഞല്ലോ. കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ ഓക്കെ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. അവിശ്വാസിക്ക് കഞ്ഞിയില്ല, വിശ്വാസിക്ക് മാത്രം കഞ്ഞി. കണ്ടിന്യൂ ചെയ്തോ. ഈവൻ ഈ സക്കാത്ത് എന്നത് പ്രവാചകനോ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടവർക്കോ ഇത് വാങ്ങാൻ അവകാശമില്ല. അതൊന്നും ഇവിടെ സബ്ജക്റ്റിലേക്ക് വാ. അല്ല കറക്റ്റ് ആണത്. അങ്ങനെ അത് പ്രത്യേകമായിട്ട് തെളിവ് ഏതൊരു പ്രവാചകനും വാങ്ങാൻ പാടില്ല എന്നുള്ളതോ? തെളിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഞാൻ കൊണ്ടുവരാം. ഞാൻ ഇപ്പൊ നോക്കിയിട്ടില്ല. ഞാനത് തെളിവ് വേണം. എന്തെങ്കിലും മറിക്കല്ലേ. തെളിവ് വേണം. ഞാനിവിടെ പറയുന്നതിന് എല്ലാത്തിനും ഞാൻ തെളിവ് തരുന്നുണ്ട്. ഞാൻ പോയിട്ട് തെളിവ് വന്നാ മതിയോ? എടുത്തോണ്ട് വരൂ. തെളിവുണ്ട്. തെളിവെടുത്തോണ്ട് വരൂ. പ്രവാചകന്റെ കുടുംബത്തിന് കേക്കൂ. പ്രവാചകന്റെ കുടുംബത്തിന് സക്കാത്തിന്റെ പണം എടുക്കാനുള്ള അവകാശമില്ല എന്നതിന്റെ വലിയൊരു ക്ലെയിം താങ്കൾ വെച്ചു. അങ്ങനെയാണെങ്കിൽ അത് എടുത്തോണ്ട് വരൂ. ചൊല്ല്. പ്രവാചകൻ തന്നെ എടുക്കാൻ പാടില്ല. എന്താ എന്റെ സഹോദരൻ എടുത്തോണ്ട് വരൂ. പ്രമാണം വെച്ചോ. നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? പ്രമാണം തെളിവ് വെക്ക്. ഞാൻ നിഷേധിക്കുന്നോ അല്ല. താങ്കൾ ഇവിടെ ക്ലെയിം വെച്ചു, അതിന്റെ പ്രമാണം തെളിയിച്ചു. നിക്ക നിങ്ങൾ അതിന്റെ റെഫറൻസ് കൊണ്ടുവരണം. ഞങ്ങൾ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രസക്തമായ വിഷയം. കേട്ടോ കേരള ബ്രോ, ഇവിടെ നിങ്ങൾ നിർത്തിക്കേ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആര് സംസാരിച്ചാലും നിങ്ങളായാലും ശരി വേറെ ആരായാലും ശരി, ഒരു ക്ലെയിം വെച്ചാൽ എന്റെ റെഫറൻസ് ഓട്ടോമാറ്റിക്കലി ചോദിച്ചാൽ തന്നിരിക്കണം. അല്ലാതെ ഞങ്ങൾ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? റെഫറൻസ് വെച്ചോ. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു കമ എന്ന് പറഞ്ഞു. കമ എന്നുള്ളത് വാക്കിന് അർത്ഥമുണ്ടോ? തെളിവ് കൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലും ഞാൻ 20 സെക്കൻഡ്സും കൂടെ തരാം. ഒരു സെക്കൻഡ് നിങ്ങൾക്ക് 30 സെക്കൻഡ്സ് കൂടെ തരികയാണ്. എന്ത് വേണേലും പറഞ്ഞു റെഫറൻസ് വെക്കണം. വെച്ചില്ലേ, റെഫറൻസ് വെച്ച് കഴിഞ്ഞ് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് 1.5 മിനിറ്റും കൂടെ തരാൻ കുഴപ്പമില്ല. റെഫറൻസ് വെച്ചില്ലെങ്കിൽ യു വിൽ ബി ഔട്ട്. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. 30 സെക്കൻഡ് ഇനഫ് അല്ല. വെക്കാം. 30 സെക്കൻഡ് ഇനഫ് അല്ല. കമ്പ്യൂട്ടർ ഒന്നുമല്ലല്ലോ. ജെസി ബ്രദറെ ഒരു മിനിറ്റ്. കേരള ബ്രദറെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. താങ്കൾ പോയിട്ട് ആ തെളിവെടുത്തോണ്ട് ഞങ്ങൾ ഡിനൈ ചെയ്യുന്നില്ല, അക്സെപ്റ്റും ചെയ്യുന്നില്ല. താങ്കൾ ഇവിടെ ക്ലെയിം വെച്ചു പ്രവാചകന്റെ ഫാമിലിക്ക് ഇല്ല. അങ്ങനല്ല. തെളിവെടുത്തോണ്ട് വരൂ. ഇത് നിങ്ങളുടെ റൂം അല്ല. റൂൾസ് ആർ ഡിഫറെന്റ് ഹിയർ. വെൻ യു മേക്ക് എ ക്ലെയിം യു ഷുഡ് ഗിവ് റെഫറൻസ് ഫാസ്റ്റ്. മനസ്സിലായല്ലോ? അതങ്ങനെയാണ്. അതല്ലാതെ നിങ്ങളുടെ റൂൾസ് അനുസരിച്ചല്ല ഞങ്ങൾ ഇവിടെ റൂം നടത്തുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നിങ്ങൾ റെഫറൻസ് കൊണ്ടുവരും, എന്നിട്ട് സംസാരിക്കാം. കേട്ടോ? ഇപ്പൊ താഴേക്ക് ഇരുന്നോ. പക്ഷെ ഞാൻ ഇടപെട്ട വിഷയം പറയാൻ സമയം തരുന്നില്ലല്ലോ നിങ്ങള്.
നിങ്ങൾ റെഫറൻസ് കേ- പറയാ, അതേ കേരള ബ്രദറെ, പ്രത്യേകിച്ച് ആ ഒന്നിനും റെഫറൻസ് പറയണ്ട. വെച്ചിട്ട് എത്ര സമയം വേണമെങ്കിലും താങ്കൾക്ക് ഞാൻ തരാം. തീർച്ചയായിട്ടും എത്ര സമയം വേണമെങ്കിലും ഞാൻ തരാം. തീർച്ചയായിട്ടും. താങ്കൾ പോയി തെളിവെടുത്തോണ്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോകുന്നില്ല. താങ്കൾക്ക് തന്നെ അവസരം തരാം. താങ്കൾ മാന്യതയോടെയാണ് സംസാരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. താങ്കൾ അത് തെളിവെടുത്തോണ്ട് വരൂ. ഞാനിവിടെ പറയുന്നുണ്ട് മുഹമ്മദിനെ 4 പേര് ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ അതിന് തെളിവ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പഞ്ഞിക്കെടുത്തില്ലേ? മുഹമ്മദിനെ 4 പേർ ബലാത്സംഗം ചെയ്തു രാത്രി മുഴുവൻ. നിങ്ങൾ ഞാനത് തെളിവ് കൊണ്ടുവന്ന വെച്ചിട്ടാ പറയുന്നത്. തെളിവല്ല, വഞ്ചനയ്ക്ക് തെളിവല്ല ഏത് എന്ന് ഞാൻ പറയായിരുന്നു. ഒരു സ്ത്രീ ബ്രദറെ? അത് താങ്കൾ പോയി ആദ്യം എടുത്തോണ്ട് പോവാ. ഇത് എടുത്തോണ്ട് പോവാ, എന്നിട്ട് സംസാരിക്കാം. ശരി ശരി കേരള ബ്രദർ ഇപ്പം പോയി അത് തെളിവെടുത്തോണ്ട് പോവാ, എന്നിട്ട് സംസാരിക്കാം.